പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ലൈലമോൾക്ക് ബോധം വരാൻ പിന്നെയും സമയമെടുത്തു. അവൾ കണ്ണു തുറന്നു നോക്കി. എവിടെയാണ് കിടക്കുന്നത്? ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവൾ ഞെട്ടി. അപ്പോഴാണ് മനസ്സിലായത് താൻ കിടക്കുന്നത് ആശുപത്രിയിലാണെന്ന്. കഴിഞ്ഞ സന്ധ്യ മുതലുള്ള ഓരോ സംഭവങ്ങളും അവളുടെ സ്മൃതിപഥത്തിൽ തെളിയുകയായി. ആദ്യം അവൾ തപ്പി നോക്കിയത് തൻ്റെ ഉദരത്തിലായിരുന്നു. അപ്പോൾ ഓർത്തു പ്രസവ വേദനയുടെ കാര്യം. പ്രസവിച്ചിട്ട് കുഞ്ഞുവിടെ? ഒരു ഭാഗത്ത് ഈ രണ്ടു ഭാഗത്തേക്കും നോക്കി. കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അവൾ കട്ടിലിൽ പിടിച്ചു എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. വല്ലാത്ത വേദന. സഹിക്കാതായപ്പോൾ അവൾ അറിയാതെ ഞരക്കമുയർന്നു. സിസ്റ്റർ ഓടിയെത്തി. എൻ്റെ കുഞ്ഞെവിടെ? കുഞ്ഞ്. സിസ്റ്റർ പതറി. പിന്നെ പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുവരാം. അതും പറഞ്ഞ് അവർ പോയി. അല്പം കഴിഞ്ഞ് ഡോക്ടറും ഏതാനും നേഴ്സുമാരും വന്നു. ഒരു നേഴ്സിൻ്റെ കയ്യിൽ പൊതിഞ്ഞ ശീലയിൽ കുട്ടിയുണ്ടായിരുന്നു. ഡോക്ടർ വിളിച്ചു, ലൈല, കുഞ്ഞിനെ കണ്ടോളൂ. പക്ഷേ ഡോക്ടറും പതറുന്നുണ്ടോ? അവൻ നിന്റെ വയറ്റിൽ നിന്ന് തന്നെ സ്വർഗത്തിലേക്ക് പോയി. ക്ഷമിക്കാം. അല്പം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. കുഞ്ഞിനെ പിടിച്ചു വാങ്ങി മുഖത്ത് ചേർത്തു തേങ്ങിക്കരഞ്ഞു. സിസ്റ്റർമാർ സാന്ത്വനിപ്പിക്കാൻ നോക്കി. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. ബോധം മങ്ങുന്നത് പോലെ. കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൾ ബെഡിലേക്ക് വീണു. ഡോക്ടർമാർ അവളുടെ BP പരിശോധിച്ചു. അല്പം കൂടിയിരുന്നു. സിസ്റ്റർമാർക്ക് നിർദ്ദേശം കൊടുത്ത് ഡോക്ടർ പോയി. പിന്നെ ബോധം വരുമ്പോൾ ലൈലമോളെ റൂമിലേക്ക് മാറ്റിയിരുന്നു. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് ചുമരും ചാരിയിരിക്കുന്ന ഉമ്മയെ. ഉമ്മ, അവൾ വിളിച്ചു. ഉമ്മ, എൻ്റെ കുഞ്ഞി. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, സാരല്ല മോളെ, പടച്ചോൻ്റെ വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഒരു ദിവസമെങ്കിലും കുഞ്ഞിനെ ജീവനോടെ കാണാനായില്ലല്ലോ. എന്നാൽ എന്നോട് പ്രസവിച്ച് കിട്ടിയല്ലോ. ഞാനത്ര പ്രാർത്ഥിച്ചതാ ആരോഗ്യത്തോടെ പ്രസവിക്കാൻ. എന്നിട്ടും എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടില്ല മോളെ. ചിലതിന് ഉത്തരം കിട്ടാതിരിക്കലാവും നല്ലത്. ഉമ്മ, നിങ്ങളെന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അധികം സംസാരിക്കാതിരിക്ക്. ക്ഷമിച്ചാൽ റബ്ബ് ഇനിയും കുഞ്ഞുങ്ങളെ തരും. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖദീജ തുടർന്നു. എന്നാൽ എന്നോട് ഭാഗ്യം. 8ാം മാസത്തിൽ പ്രസവിച്ച് കിട്ടാന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നടക്കാത്തതാ. പിന്നെ തനിക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഭാഗ്യം. ഒക്കെ എൻ്റെ ഭാഗ്യം. ലൈലമോൾ ഉമ്മയെ കണ്ടെടുക്കാതെ നോക്കി. ഉപ്പ മരിച്ചതിൽ പിന്നെ ഇത്ര വാചാലമായി ഉമ്മ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എല്ലാം എൻ്റെ വിഷമം അകറ്റാനാണെന്ന്. ആ മനസ്സ് വേദനയുടെ നെരിപ്പേടായിരിക്കും. ലൈലമോൾക്ക് വിസ്മയം തോന്നി. ഓരോ ഉമ്മമാരും മക്കൾക്ക് വേണ്ടി മരിക്കുകയാണല്ലോ. മക്കളുടെ വേദനയ്ക്ക് മുമ്പിൽ അവരുടെ വേദനകൾ അവർ മറക്കുന്നു. ദുഃഖങ്ങളും പ്രയാസങ്ങളും അവധിയെടുക്കുന്നു. ലൈലമോൾക്ക് വീണ്ടും കുഞ്ഞിൻ്റെ ഓർമ്മ. എപ്പോഴാ കബറടക്കിയതുമ്മ? ഇന്ന് രാവിലെ നമ്മുടെ ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്ത. കണ്ണ് നിറയുന്നു. നമുക്ക് കാണാനായില്ലെങ്കിലും ഉപ്പക്ക് കാണാമല്ലോ. ഉപ്പയും മോനും ഒന്നിച്ചു കഴിയട്ടെ. ആ ഓർമ്മയിൽ ഈ ലൈലമോൾ സമാധാനിച്ചോളാം. നാളെ സ്വർഗത്തിൽ നിന്ന് നമുക്കൊന്നിക്കാം. മനസ്സിലെ വിഷമം നീങ്ങാൻ അവൾ ഓരോന്ന് ആലോചിക്കുകയാണ്. ഏതോ മതപ്രസംഗത്തിൽ കേട്ട ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികൾ സ്വർഗത്തിലായിരിക്കുമെന്നും അതുമാത്രമല്ല, മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിനോട് അവർ വാശി പിടിക്കുമത്രേ. ഉപ്പയും മോനും ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നത് ആവോ. ഉപ്പയുടെ ഖബർ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോൾ അക്ബറാണ് കാണിച്ചു തന്നത്. താത്ത കണ്ടോ, ആ മൈലാഞ്ചി മരം നിൽക്കണ ഖബറാണ് നമ്മുടെ ഉപ്പയുടേത്. മൈലാഞ്ചിക്കൊമ്പ് തളിർത്ത് നിൽക്കുന്ന ആ ഖബറിലേക്ക് കുറേ നേരം നോക്കി നിന്നു. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഉപ്പ കണ്ടിരുന്നോ ആവോ? മോള് കണ്ണും നിറച്ചു വന്നു നിന്നത്. അന്ന് രാത്രി ഉപ്പയെ സ്വപ്നം കണ്ടു. നല്ല വെള്ള വസ്ത്രം ധരിച്ച് നിറഞ്ഞ പുഞ്ചിരിയുമായി കൊലായിലെ കസേരയിൽ വന്നിരിക്കുന്നു.
ഒരേ ഇരുത്തം, ഒരേ ചിരി. കുറേ നേരം ഉപ്പയുടെ അടുത്തിരുന്നത് ഓർമ്മയുണ്ട്. പിറ്റേന്ന് മനസ്സ് മുഴുവൻ ആ സ്വപ്നമായിരുന്നു. കുറേ ആലോചിച്ചു നോക്കി. മരിച്ചവരെ സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? പിന്നെ മനസ്സ് തന്നെ പറഞ്ഞു, ഇന്നലെ ഉപ്പയുടെ കബറിങ്കൽ പോയില്ലേ, അത് ഉപ്പക്ക് ഇഷ്ടമായിരിക്കുന്നു, മോളെ കാണാൻ വന്നതായിരിക്കും. ആ മൈലാഞ്ചിക്കൊമ്പുള്ള അക്ബറിൻ്റെ അടുത്ത് മറ്റൊരു പുതിയ കബർ വന്നിരിക്കുന്നു. എന്നെങ്കിലും അവൾ പോകുമ്പോൾ അത് കാണാമല്ലോ. ലൈലമോൾ അങ്ങനെ സമാധാനിച്ചു. പ്രസവിച്ച വിവരവും മരിച്ച വിവരവും ഒക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ അറിയിച്ചതാണ്. ആരെങ്കിലും കുഞ്ഞിനെ കാണാൻ വന്നോ ആവോ? ഉമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ വന്നില്ലായിരിക്കും. ചോദിക്കണ്ട, ചോദിച്ചാൽ ഉമ്മക്ക് കൂടുതൽ പ്രയാസമായിരിക്കും. ഉച്ചയ്ക്ക് രുക്മിണി ടീച്ചർ വന്നു. കൂടെ ആലീസും മാമിനിയും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ഒരു ആശ്വാസം, എങ്കിലും കണ്ണു നിറഞ്ഞു. ടീച്ചർ സമാധാനിപ്പിച്ചു. പിന്നെ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ പോയി വന്നോളി, ഞാൻ നിൽക്കാം ഇവിടെ. ഉമ്മ മനസ്സോടെ എഴുന്നേറ്റു. ആലീസിനെയും ആമിയെയും അവരുടെ കൂടെ വിട്ടു. ടീച്ചർ ഡോക്ടറോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. BP കൂടുതലാണ്, മരുന്ന് കൊടുക്കുന്നുണ്ട്, നോർമലായിട്ട് പോയാൽ മതി. ഇനി കൂടുതൽ ഭക്ഷണത്തിന് നിയന്ത്രണം വേണം, ഉപ്പ് തീരെ പറ്റില്ല. എല്ലാം ലൈലമോൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടീച്ചർ പറഞ്ഞു കൊടുത്തു. അല്പം കഴിഞ്ഞ് ഒരു വിശേഷം പറയുന്ന പോലെ ടീച്ചർ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, സുബൈറിനെ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാണ് ലൈലമോൾ ചോദിച്ചില്ല. ടീച്ചർ തുടർന്നു, ടൗണിൽ ഇപ്പോൾ ഒരു ആശുപത്രിയുണ്ട്, മദ്യത്തിനടിമപ്പെട്ടവരെ മാത്രം ചികിത്സിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ടീച്ചർ തുടർന്നു, നീ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, കല്യാണശേഷം നീ ആദ്യമായി തുന്നൽ ക്ലാസ്സിൽ വന്നപ്പോൾ അതിൻ്റെ പ്രവർത്തകർ അവിടെയുണ്ടായിരുന്നു. മദ്യപാനികളുടെ ലിസ്റ്റ് എടുക്കാൻ വന്നതായിരുന്നു. ആരുടെയെങ്കിലും രോഗം സുഖമായിട്ടുണ്ടോ? ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒക്കെ ശരിയാവും, നിന്റെ അസുഖം മാറട്ടെ, നമുക്കൊന്ന് നോക്കാം. മനസ്സിൽ സാന്ത്വനത്തിൻ്റെ കുളിര്. പിന്നെയും ടീച്ചർ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. വൈകുന്നേരം ഉമ്മ വന്നപ്പോൾ ടീച്ചർ യാത്ര പറഞ്ഞു പോയി. ലൈലമോൾ വീണ്ടും ചിന്തയുടെ ലോകത്തായി. ഉപ്പയുടെ മുഖം, കുഞ്ഞിൻ്റെ മുഖം. രാത്രി ഉറക്കത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് ഉറക്കമുണർന്ന് നോക്കുമ്പോൾ റൂമിൽ 2 അതിഥികൾ. ആദ്യം വിശ്വസിക്കാനായില്ല. സുബൈറിൻ്റെ ഉമ്മയും മുനീറയും. ഉമ്മയും അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് മനസ്സിലായില്ല. കണ്ണു നിറഞ്ഞുപോയി. അവരും കരയുകയായിരുന്നു. പിന്നെ തേങ്ങലൊതുക്കി സൈനാത്ത പറഞ്ഞു, എങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കാമെന്നറിയില്ല, ആരും പൊറുക്കാത്ത തെറ്റല്ലേ ഞങ്ങൾ നിന്നോട് ചെയ്തത്. അതും പറഞ്ഞ് അവർ വീണ്ടും കരഞ്ഞു. കദീഷ്മ പറഞ്ഞു, സാരമില്ല, കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴിയിൽ തങ്ങൂ. അവർ കുറേ നേരം സംസാരിച്ചിരുന്നു. കുഞ്ഞിനെ കാണാൻ വരണമെന്നുണ്ടായിരുന്നു. സുബൈർ സമ്മതിച്ചില്ല. അവനെന്തോ വാശി പോലെ. അവനെക്കൊണ്ടു ഞാൻ തോറ്റെൻ്റെ കദീഷോ, കച്ചവടം നോക്കണില്ല, എപ്പോഴും ഞാൻ എങ്ങനെ പറയാം? ഒന്നും പറയണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം, ലൈലമോൾ മനസ്സിൽ പറഞ്ഞു. ലൈലമോളെ കൊണ്ടുപോവാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, ആ കള്ളുകുടിയൻ്റെ മുമ്പിൽ വരുന്നതിനേക്കാൾ നല്ലത് മോള് ഒറ്റക്ക് കഴിയാം. അതും പറഞ്ഞ് അവൾ മൂക്ക് ചീറ്റി. ലൈലമോൾക്ക് കരള് കൊത്തിവലിക്കുന്ന വേദന. അങ്ങനെ പറയല്ലേ, അവരെ കള്ളുകുടിയിൽ നിന്ന് വിളിക്കല്ലേ. അവരെ എനിക്ക് വേണം, നിങ്ങൾക്കു വേണ്ടെങ്കിലും എനിക്ക് വേണം. സൈനാത്ത എന്തൊക്കെയോ പറയുകയാണ്. കേൾക്കാൻ കരുത്തില്ലാതെ ലൈലമോൾ ചെവി പൊത്തിപ്പിടിച്ചു.